ഇത്രയും കാലം നിന്റെ ഭാര്യയായിരുന്നില്ലേടാ അവള്? അവൾക്കുള്ളതെല്ലാം അവള് നിനക്ക് തന്നില്ലേ? നീ കെട്ടിയ താലിയല്ലേ ഇപ്പോഴും അവളുടെ കഴുത്തിൽ കിടക്കുന്നത്. എന്നിട്ടും നീ അവളെ കൊല്ലാൻ നോക്കി. അവളുടെ ഭാഗ്യക്കേട് കൊണ്ട് ജീവശവം പോലെ അവൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇനിയും നിനക്ക് അവളെ കൊല്ലണം. ചെയ്യരുത് അവിനാഷ്, ഇത്രയും ക്രൂരത നീ ചെയ്യരുത്. നിങ്ങൾക്ക് വൈകി വിട്ടേരെ, ഞാൻ വേറെ ആളെ വെച്ചോളെ കൊന്നോളാം. പ്രതികാരം ചെയ്യുന്നതിനും ഒരു അന്തസ്സൊക്കെ ഉണ്ടല്ലോ. ഈ മഹാപാപത്തിന് മാപ്പില്ല. ഇത് ഞാൻ ചിത്രയെ അറിയിക്കും. നീയാണ് അവളെ ഈ നിലയിലാക്കിയതെന്ന് ഞാൻ നിന്റെ സഹോദരിയോട് പറയും. മരണത്തിൽ നിന്ന് ജീവിച്ചു വന്ന അവളെ വീണ്ടും കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല അവിനാഷ്. സോറി സോറി, ഞാൻ പെട്ടെന്ന് ആ ഷോക്കിൽ എന്തോ പറഞ്ഞു പോയതാ. അത് വിട്ടരെ വിട്ടരെ വിട്ടരെ. മൂർത്തി, ദേ ഞാൻ നിങ്ങളോട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുമില്ല, നിങ്ങളോട്ട് കേട്ടിട്ടുമില്ല. ഓക്കെ? നീ പറഞ്ഞു, ഞങ്ങളത് കേട്ടു. ഞാനത് ചിത്രയെ അറിയിക്കും. എന്നാ എനിക്ക് മറ്റു ചില തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. അത് മറക്കല്ലേ. വൈജയന്തി, ഞാൻ എന്റെ പ്ലാൻ ഉപേക്ഷിച്ചു. അവള് ജീവിച്ചോട്ടെ. പക്ഷേ എന്നെ ചതിക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് നന്നാവില്ല. പോട്ടെ. ഹലോ 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 പ്രിയ, നീ എന്റെ ഫോൺ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. ഒരു കാര്യം എനിക്കിപ്പോ മനസ്സിലായി. ആരൊക്കെ വിചാരിച്ചാലും നിന്റെ ഉള്ളിൽ നിന്ന് എന്നെ പറിച്ചെറിയാനാവില്ല എന്ന്. അവിനാഷ്, എന്തിനാ ഇപ്പൊ വിളിച്ചെന്ന് പറ. അങ്ങനെ ധൃതി പിടിക്കില്ലേ. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. നിന്റെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറും. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. നീ പറഞ്ഞില്ലേ നിന്നോടുള്ള ഇഷ്ടം എന്റെ ഉള്ളിലുണ്ടെന്ന്. അതാ എന്റെ ശാപം. എന്റെ മാത്രമല്ല, ആത്മാർത്ഥമായി ഒരാണിന് മനസ്സ് കൊടുത്ത ഏത് പെണ്ണിന്റെ ശാപം അത് തന്നെയാ. സ്നേഹിച്ചവനെ ഉപേക്ഷിക്കാൻ പറ്റാത്തതിന്റെ വേദന ശാപമായിട്ട് എന്റെ നെഞ്ചി കിടന്ന് വിങ്ങുന്നുണ്ട്. എനിക്കതിനെ സഹിക്കാൻ വയ്യ. ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്. നീ ഇപ്പൊ പറഞ്ഞില്ലേ ശാപം, വേദന, ഇതൊക്കെ എന്റെ ഉള്ളിലുണ്ട്. സ്നേഹം കൊടുക്കുന്ന പെണ്ണ് നമ്മളെ വിശ്വസിക്കുന്നില്ല തിരിച്ചറിയുമ്പോഴുള്ള വേദന, അത് നിനക്കറിയില്ല. ഓരോ നിമിഷവും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞ് ഇനിയും കാട് കയറണ്ട. കരയാൻ എനിക്കിനി വയ്യ. അവിനാഷ്, നീ എന്തിനാ വിളിച്ചെന്ന് കാര്യം പറയാം. അപ്പുറത്തെ മുറിയിൽ ചേച്ചിയുണ്ട്. ശ്രദ്ധിച്ച എന്റെ ശബ്ദം കേൾക്കാൻ പറ്റും. നിന്റെ നിഴല് കാണുന്നത് പോലും എന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ല. നിന്റെ ചേച്ചി നിനക്ക് വലുതാ, പക്ഷേ എനിക്ക് നീയാ ഏറ്റവും വലുത്. എന്തിനാണെന്നറിയില്ല നിന്റെ ചേച്ചി ഇങ്ങനെ നമ്മളെ പിരിക്കാൻ നോക്കുന്നതെന്ന്. എന്റെ ചേച്ചിക്ക് തിരിച്ചറിവുണ്ട്. ചുറ്റിനുള്ള ആളുകളെ കണ്ട അതിൽ നല്ലതാരാണെന്നും മോശമാരാണെന്നും തിരിച്ചറിയാൻ എന്റെ ചേച്ചിക്ക് അറിയാം. പക്ഷെ എനിക്ക് ആ കഴിവില്ലാതെ പോയി. ഈ പറഞ്ഞതിനർത്ഥം നിനക്കിപ്പോഴും എന്നെ വിശ്വാസമില്ലെന്നല്ലേ? ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം പ്രിയ. നീ എന്നോട് ഇങ്ങനെ തന്നെ ചെയ്യണം. നിനക്ക് വേണ്ടി മരിക്കാൻ പോലും തയ്യാറായെന്നില്ല ഞാൻ. I love you, Avinash. I
ലവ് യു. ഒന്ന് നീ ഓർക്കണം, ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാതെ ജീവിക്കുന്ന നിന്റെ ഭാര്യയെ കുറിച്ച്. നീ എന്തിനാ എപ്പോഴും ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെ എന്നെ ഓർപ്പിക്കുന്നത്? അവളിപ്പോ എന്റെ മനസ്സിലില്ല. മനസ്സിലില്ലായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിലുണ്ട് അവിനാശ്. നിന്റെ യഥാർത്ഥ ഭാര്യയുടെ സ്ഥാനത്ത് ഇപ്പോഴും സൂര്യ തന്നെയല്ലേ ഉള്ളത്. ആദ്യം അവളൊന്ന് എഴുന്നേൽക്കട്ടെ, എന്നിട്ട് നിന്നെ സ്നേഹിക്കുന്നതിനെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പോലും ആവും. അപ്പോ ഇതുവരെ നീ എന്നെ സ്നേഹിച്ചതോ? ഞാൻ നിന്നെ സ്നേഹിച്ചതോ? അതൊക്കെ ഇങ്ങനെ ഉപേക്ഷിക്കാനായിരുന്നു. അവിനാശ്, ഞാൻ ഫോൺ വെക്കാം. പ്രിയ, പ്ലീസ് 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 പ്രിയ, ഞാൻ ഒന്ന് പറയട്ടെ. ഇനി ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ ഞാൻ മരിക്കും. ഒരിക്കൽ രക്ഷപ്പെട്ടെന്ന് കരുതി ഇനി രക്ഷപ്പെടില്ല. അവിനാശ്, നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ശരി, പറ, നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് നിന്നെ ഒന്ന് നേരി കാണണം, എത്രയും വേഗം. പറ്റില്ല, ഇനി അതിന് പറ്റില്ല അവിനാശ്. തീരുമാനമാണോ? അതെ. എന്നാ ഫോൺ കട്ട് ചെയ്തോ. പക്ഷേ നാളെ രാവിലെ നീ കാണുന്നത് എന്റെ ശവമായിരിക്കും. എനിക്കറിയാം മോളെ, നീ എന്നെ തിരിച്ചു വിളിക്കുമെന്ന്. നീയല്ല, നിന്റെ ചേച്ചി വരെ എന്റെ വലയെ വീഴ്ത്തും ഞാൻ. ഹലോ പ്രിയ. ശരി, ഇനി ഞാൻ കാരണം നീ മരിക്കണ്ട. നാളെ ഞാൻ വരാം. പറയൂ, എവിടെ വരണം? പക്ഷേ 10 മിനിറ്റ്, ആ 10 മിനിറ്റ് മാത്രമേ നിന്റെ അടുത്ത് ഞാൻ ഉണ്ടാവൂ. അത് ഓർമ്മ വേണം. പത്ത് മിനിറ്റ് 10 മിനിറ്റ്. ഞാൻ തീരുമാനിക്കും എത്ര നേരം നീ എന്നോട് സംസാരിക്കണമെന്ന്. നീ ചുമ്മാ അനുസരിക്കും. ഭർത്താവിന്റെ സംരക്ഷണം കിട്ടാത്ത ഭാര്യ എവിടെയും അപമാനിക്കപ്പെടും. ഇപ്പോൾ എന്റെ ഭാര്യയാണെന്ന് ഇവരോട് നീ എപ്പോഴും നീ പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇന്ന് വരെ നിങ്ങൾ ജ്യോതിയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ശാരീരികമായോ അല്ലാതെയോ ഭാര്യ എന്ന രീതിയിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
ഹിറ്റ്ലറെ, ഇതേ നിങ്ങൾക്കുള്ള പ്രേമലേഖനമൊന്നുമല്ല. എന്നാലും എപ്പോഴെങ്കിലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് പോകേണ്ടി വരും എന്നെനിക്കറിയാം. അന്ന് ചിലപ്പോ നേരിട്ട് പലതും പറയാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാ നേരത്തെ ഞാനിത് എഴുതി വെക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങളുടെ സകല സ്വത്തുക്കളും എനിക്ക് എഴുതി തരാം, നീ എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ പിന്നാലെ ഒരു മുദ്രപത്രമായിട്ട് നടന്നത്? എന്റെ സകല സ്വത്തുക്കളും ഞാൻ നിന്റെ പേരിൽ എഴുതിത്തരാം. ഇത് വെറും വാക്കല്ല, നിന്റെ ജീവിതത്തിന് അമരാവതിയിലെ DK നൽകുന്ന ഉറപ്പാണ്. എന്റെ മുമ്പിൽ ഇങ്ങനെ വാരിക്കോരി വാഗ്ദാനം വിളമ്പാൻ നാണോ ഇല്ലടോ ഹിറ്റ്ലറെ തനിക്ക്? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ ആകാശം ഇടിഞ്ഞു വീണാലും സമുദ്രം വറ്റി വരണ്ടാലും നമ്മുടെ വിവാഹം നടന്നേ പറ്റൂ. നിങ്ങളെക്കുറിച്ചുള്ള സകല ബഹുമാനവും എനിക്കില്ലാതായത് അന്നാ. ഈ ദീപം സാക്ഷി, ഈ ദേവി സാക്ഷി, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നിന്റെ അനിയത്തിയുടെ ജീവിതത്തിൽ ഇനി ഒരു കുഴപ്പവും സംഭവിക്കില്ല. എന്നിട്ടും എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കേണ്ടി വന്നു. അല്ല, നിങ്ങൾ എന്നെ ട്രാപ്പിലാക്കി കല്യാണം കഴിച്ചു. നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിച്ചു പോവില്ലെന്ന് അന്നേ നമുക്കറിയാം. നിങ്ങൾക്ക് പെണ്ണിന്റെ മഹത്വവും വിലയും ഒന്നും മനസ്സിലാവാനുള്ള ഒരു കഴിവുമില്ല. വേറെ ഏത് പെണ്ണാണെങ്കിലും തന്റെ മുഖത്തടിച്ചിട്ട് അന്ന് തന്നെ സ്ഥലം വിട്ടേനെ. പക്ഷെ ഞാൻ പോവാതിരുന്നതേ എന്റെ ഗതികേടുകൊണ്ടാ. നിങ്ങളുടെ ഈ കൊട്ടാരം പോലുള്ള വീടും ഇവിടത്തെ സൗകര്യങ്ങളൊന്നും എന്നെ സന്തോഷിപ്പിച്ചിട്ടില്ല. എന്നെങ്കിലും തിരിച്ചു പോകേണ്ടവളാ ഞാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു റോബോട്ടും മാത്രം. പക്ഷേ ചിലപ്പോഴൊക്കെ ഹിറ്റ്ലറെ എനിക്ക് നിങ്ങളെ ഇഷ്ടാവുന്നുണ്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഒരു പെണ്ണിനെയും ഇങ്ങനെ ചതിക്കരുത്, കൊല്ലാക്കൊല ചെയ്യരുത്. ഒരു പെണ്ണിന്റെ സ്വപ്നം അവളുടെ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നവും. ശരിക്കും ഇത്രയും നാൾ നിങ്ങൾ ചവിട്ടി അരച്ചത് എന്റെ കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളെയാ. ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്നറിയോ? ഒറ്റപ്പെടല. അത് നിങ്ങൾക്കിപ്പോ മനസ്സിലാവില്ല. മനസ്സിലാവുമ്പോ പശ്ചാത്തപിക്കാൻ പോലും സമയവും കിട്ടില്ല. എന്നെ നിങ്ങൾക്കിഷ്ടമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പോയാലും വേറെ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ വിവാഹം കഴിക്കണം, ജീവിക്കണം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, സുപ്രിയ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. സുപ്രിയ മരിച്ചു. സുപ്രിയയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു മരിച്ചതെങ്കിൽ സുപ്രിയ എപ്പോഴേ വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചേനെ. ജീവിതത്തെ ചിരിയോടെ കാണണം. കാരണം മരണം ഒരു സത്യമാണ്. അപ്പോ എപ്പോഴെങ്കിലും നേരിട്ട് പറയാൻ കഴിയാതെ പോകുന്ന ആ ഗുഡ് ബൈ ഞാനിപ്പോ പറയാ. ഗുഡ് ബൈ.
ഇനി എന്റെ കൂട്ടിൽ ഒരുമിച്ചു വാഴാം, കൂടെ വരൂ എന്റെ കൺമണി പെണ്ണേ. ഇനി എന്റെ ചിറകിന്റെ തണലിൽ മയങ്ങാൻ നീ വരൂ കുറുമൊഴി പെണ്ണേ. നോ കോടുള്ളപ്പോഴേ വാക്സിൻ എടുക്കാൻ പാടില്ല സുധാകരൻ നായരെ. അതൊക്കെ പിന്നീടാവാം. ജ്യോതിമോളെ നല്ലതുപോലെ നോക്കിക്കോണേ. ആ ശരി ശരി ശരി, ഞാൻ പിന്നീട് വിളിക്കാം കേട്ടോ. ഗുഡ് മോർണിംഗ് അമ്മേ. ഗുഡ് മോർണിംഗ്. ഇതെന്താ ഒരു താല്പര്യമില്ലാത്ത ഗുഡ് മോർണിംഗ്? ഇനി ഇങ്ങനെയൊക്കെ മതി. അതെന്താ അങ്ങനെ? ഇപ്പൊ ഇങ്ങനെയാ. അമ്മ എന്തിനാ എല്ലാത്തിനും ഇങ്ങനെ തർക്കുത്തരം മാത്രം പറയുന്നത്? ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇടത്തോട്ടാണോ? നോ തർക്കുത്തരം. ദിസ് ഇസ് മൈ ഉത്തരം. നിന്റെ ഭാര്യ അവിടെ കോട് പിടിച്ച് ക്വാറന്റൈനില്ല. യു നോ. ആ ബേക്കറിക്കാരുടെ കാര്യം ഞാൻ എന്തിനാ അറിയണം? എടാ ഹ്യൂമാനിറ്റി വേണടാ, ഹ്യൂമാനിറ്റി. സ്നേഹവും കാരുണ്യം മനസ്സിലുള്ളതുകൊണ്ടാ ലോകത്ത് മനുഷ്യനായി ജീവിക്കുന്നത്. ഇല്ലെങ്കിലേ മൃഗങ്ങൾക്ക് തുല്യരായി ജീവിച്ചേനെ. നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? താലി കെട്ടി ഭാര്യയ്ക്ക് അസുഖമാണെന്ന് പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാൻ മനസ്സിലാത്ത നീയാ എന്റെ വയറ്റിൽ തന്നെ ജനിച്ചല്ലോ. ഇനി ഇത് വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ അമ്മ ശ്രമിക്കണ്ട. ഞാൻ നിന്നെ എന്ത് ബ്ലാക്ക്മെയിൽ ചെയ്യാനാ? എന്റെ വിധി. അമ്മ അമ്പലത്തിൽ പോകുന്നില്ലേ? എനിക്ക് ഇഷ്ടമുള്ളപ്പോ പോകും. അമ്മയ്ക്ക് പണം വല്ലതും വേണോ? എനിക്കൊരു പണവും വേണ്ട. എന്നാ പിന്നെ അർജുനെ കൂട്ടി പോയിക്കോളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ? ഇറങ്ങിക്കോ. അത് ഞാൻ എന്നാ വേണം? രാവിലെ ഓഫീസിൽ പോകാൻ ഇറങ്ങുമ്പോഴെങ്കിലും ഒന്ന് ചിരിച്ചു വർത്താനം പറഞ്ഞാൽ എന്താ അമ്മയ്ക്ക്? എനിക്കിപ്പോ ഇത്രേ പറ്റൂ. നീ എന്നോട് വർത്താനം പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. ചിരിച്ചു വർത്താനം പറയണം പോലും. ഒരാൾക്ക് എപ്പോഴാ ചിരിക്കാൻ കഴിയാ? അതറിയോ നിനക്ക്? മനസ്സിലെ സന്തോഷം ഉണ്ടാവുമ്പോഴാ. ഈ വീട്ടിൽ ആരെങ്കിലും മനസ്സില് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സാധനം കണി കാണാൻ കിട്ടുമോ? എല്ലാവർക്കും അവനവന്റെ കാര്യം. അമ്മേ, സമാധാനവും സന്തോഷവും ഇല്ലാത്തത് എന്റെ കുഴപ്പം കൊണ്ടാണോ? അമ്മയുടെ പറച്ചിൽ കേട്ട ഇവിടെ ഉണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം ഞാനാണെന്ന് തോന്നുമല്ലോ. വാട്ട് സംശയം? യു ആർ ദ റീസൺ. നീ തന്നെയാ ഇതെല്ലാത്തിനും കാരണം. അവനവന്റെ സ്ഥാനത്ത് അവനവൻ ഇരുന്നില്ലെങ്കിലേ അവിടെ ഡോഗ് കയറി ഡാൻസ് ചെയ്യും. കേട്ടിട്ടുണ്ടോ? ആരാ ഇവിടെ ഡോഗ്? ഞാനാണോ അതോ എന്റെ മരുമക്കളോ? നീ ചെയ്യേണ്ടത് നീ ചെയ്തില്ല. പകരം നിന്റെ മരുമക്കളുടെ മുന്നിലേക്ക് എന്റെ മരുമകളെ നീ എറിഞ്ഞു കൊടുത്തു. അവരവളെ പന്തടിക്കുന്ന പോലെ അടിച്ചു കളഞ്ഞു. നഷ്ടപ്പെട്ടത് ആർക്കാ? നിനക്ക് മാത്രം. എനിക്കൊരു നഷ്ടവും പറ്റിയിട്ടില്ല. മറിച്ച് കൂടുതൽ സമാധാനം കിട്ടിയിട്ടേ ഉള്ളൂ. എന്ത് സമാധാനം? നിന്റെ ജീവിതത്തിലെ സന്തോഷവും സമാധാനവും ജ്യോതിയായിരുന്നു. അവള് പോയതോടെ എല്ലാം പോയി. നിന്റെ റെസ്റ്റോറന്റ് പൂട്ടി, കേസ് തോറ്റു, പണോ നഷ്ടവും വന്നു. എന്നിട്ട് സമാധാനം കിട്ടിയെന്ന് പോലും. അമ്മേ, എനിക്ക് തർക്കിക്കാൻ സമയമില്ല. ഞാൻ ഇറങ്ങുന്നു. പൊയ്ക്കോ. ഇതുവരെ ഒരു ദിവസം നീ തിരിച്ചു വരുമ്പോ നീ എന്നെ കാണില്ല. അതോടെ നിനക്ക് കംപ്ലീറ്റ് സമാധാനം കിട്ടും. അമ്മേ, ആദ്യം നീ നിനക്ക് വേണ്ടി ജീവിക്ക്. ധീം